വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഭർത്താവിൽ തൃപ്തിയല്ലാത്ത ഭാര്യയുടെ 10 ലക്ഷണങ്ങളാണ്. ഒരു ദാമ്പത്യ ബന്ധം എന്നത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പൂന്തോട്ടമാണ്. പക്ഷെ ചിലപ്പോൾ ആ പൂന്തോട്ടത്തിൽ മഴ കുറയുന്നതിൻ്റെ സൂചനകൾ കാണാം. ചാണക്യൻ്റെ ജ്ഞാനവും ജീവിതത്തിൻ്റെ നിരീക്ഷണങ്ങളും ചേർത്ത് ഈ ലക്ഷണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. വാക്കുകൾ നമ്മുടെ പെരുമാറ്റത്തിന്റെ കണ്ണാടിയായി മാറാറുണ്ട്. ഒരു ഭാര്യ ഭർത്താവിൽ തൃപ്തി അനുഭവിക്കാത്തപ്പോൾ അവളുടെ മനസ്സും പ്രവൃത്തിയും അത് പ്രതിഫലിപ്പിക്കും. ഈ ലക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ലക്ഷണം, അവൾ കുറ്റപ്പെടുത്തലിന്റെ മഴയായി മാറുന്നു എന്നുള്ളതാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ മനസ്സിന്റെ അവസ്ഥ കാണിക്കുന്നു എന്ന്. ഭാര്യ ഭർത്താവിൽ തൃപ്തിയല്ലാത്തപ്പോൾ അവളുടെ വാക്കുകൾ കുറ്റപ്പെടുത്തലിന്റെ മഴയായി പെയ്യാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി നിന്റെ തെറ്റാണ് ഇത് എന്ന് പറയുന്നത് പതിവായി മാറും. ഇത് വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും കേൾക്കാം. ഒരു കപ്പ് ചായ തണുത്തുപോയാലും വൈകി വന്നാലും എല്ലാത്തിനും അവന്റെ പിഴവ് അവൾ കാണും. ആ വാക്കുകൾ പതിയെ ബന്ധത്തിന്റെ ചൂടിനെ തണുപ്പിക്കുന്നു. ചാണക്യന്റെ ജ്ഞാനം ഇവിടെ പ്രസക്തമായി മാറുന്നു. അവളുടെ മനസ്സിൽ സന്തോഷം കുറയുമ്പോൾ വാക്കുകൾ ആ സങ്കടത്തിന്റെ കണ്ണാടിയാകുന്നു. ഈ കുറ്റപ്പെടുത്തൽ ഒരു മഴയായി തുടർന്നാൽ ബന്ധത്തിന്റെ പൂക്കൾ വാടിപ്പോകാം. രണ്ടാമത്തെ ലക്ഷണം, അവൾ മൗനത്തിന്റെ കടലായി മാറുന്നു എന്നുള്ളതാണ്. ഹൃദയ അടുപ്പം കുറയുമ്പോൾ ബന്ധവും ദുർബലമാകുന്നു എന്ന് ചാണക്യൻ പറഞ്ഞു. അവൾ ഭർത്താവിനോട് മൗനത്തിന്റെ ഒരു കടൽ പോലെ അകലം പാലിക്കാൻ തുടങ്ങും. പഴയ പോലെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കുറയും. വീട്ടിൽ ഇതൊരു ശാന്തതയായി തോന്നാം, പക്ഷേ അത് സന്തോഷത്തിന്റെ ശാന്തതയല്ല. ഒരു ദിവസത്തെ സന്തോഷമോ സങ്കടമോ പങ്കുവയ്ക്കാതെ അവൾ തൻ്റെ ലോകത്ത് മുങ്ങി നിൽക്കും. ഒരു പുഞ്ചിരി പോലും പകർന്നു നൽകാൻ മടിക്കും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയത്തിന്റെ അടുപ്പം നഷ്ടപ്പെടുമ്പോൾ വാക്കുകൾ മരിക്കുന്നു എന്ന്. മൗനം ഒരു കടൽ പോലെ വളർന്നാൽ ബന്ധത്തിന്റെ തീരം അകന്നു പോകാം. മൂന്നാമത്തെ ലക്ഷണം, സ്വാർത്ഥയായി മാറുന്നതാണ്. സ്വന്തം സുഖം തേടുന്നവർ ബന്ധത്തിൽ നിന്ന് അകലുന്നു എന്ന് ചാണക്യൻ പറഞ്ഞു. അവൾ ഭർത്താവിനെ മറന്ന് സ്വന്തം പാതയിൽ നടക്കാൻ തുടങ്ങും. അവനുമായി ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകും. ഇത് ദിവസം മുഴുവൻ തെളിഞ്ഞു കാണാം. അവനോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കും. അവൻ എന്ത് ചിന്തിക്കുന്നു എന്നത് അവൾക്ക് വലിയ കാര്യമല്ലാതാകും. ഒരു പുതിയ ഹോബിയോ ജോലിയോ ആകട്ടെ, അവൾ അതിൽ മുഴുകുന്നു. ചാണക്യന്റെ വാക്കുകൾ ഇവിടെ ശരിയായി മാറുന്നു. സ്വന്തം സുഖം മാത്രം തേടുമ്പോൾ ബന്ധത്തിന്റെ പങ്കാളിത്തം മങ്ങുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ പാത ഒറ്റയ്ക്കുള്ള യാത്രയായി മാറിയാൽ ഒരുമയുടെ നന്മ കുറഞ്ഞു പോകും. നാലാമത്തെ ലക്ഷണം, അവൾ രഹസ്യങ്ങളുടെ തോപ്പിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ്. മനസ്സ് മറയ്ക്കുന്നവർ ബന്ധത്തിൽ വിശ്വാസം കുറയ്ക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. അവൾ ഭർത്താവിന്റെ മുമ്പിൽ രഹസ്യങ്ങളുടെ ഒരു തോപ്പ് പോലെ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ തുടങ്ങും. എല്ലാം തുറന്നു പറയാതെ തൻ്റെ ലോകം മറ്റൊരു മൂലയിൽ ഒളിപ്പിക്കും. ഇത് ചെറിയ നിമിഷങ്ങളിൽ തുടങ്ങാം. ഒരു ഫോൺ സംഭാഷണം, ആർക്കൊപ്പമായിരുന്നു എന്ന് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്ലാൻ മുഴുവൻ പങ്കുവയ്ക്കാതിരിക്കുക. അവനോട് തുറന്ന് സംസാരിക്കാൻ ഒരു മടി അവളിൽ വളർന്നു വരും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം മങ്ങുമ്പോൾ ബന്ധത്തിന്റെ വേര് ദുർബലമാകുന്നു എന്ന്. ഈ രഹസ്യങ്ങൾ ഒരു തോപ്പ് പോലെ വളർന്നാൽ ബന്ധത്തിന്റെ സുതാര്യതയുടെ വെളിച്ചം കുറഞ്ഞു പോകാം. അഞ്ചാമത്തെ ലക്ഷണം, അവളിൽ സ്നേഹത്തിന്റെ വരൾച്ച അനുഭവപ്പെടുന്നു എന്നതാണ്. ദേഹം അകലുമ്പോൾ മനസ്സും അകലുന്നു എന്ന് ചാണക്യൻ പറഞ്ഞു. ഭർത്താവുമായുള്ള സ്നേഹത്തിന്റെ സ്പർശനം അവൾക്ക് വരണ്ട ഒരു ഭൂമി പോലെ തോന്നാൻ തുടങ്ങും. ഒരു കെട്ടിപ്പിടുത്തമോ ചെറിയ സ്നേഹപ്രകടനമോ പോലും അവൾ ഒഴിവാക്കും. വീട്ടിൽ ഇത് പതിയെ വ്യക്തമാകും. അവൻ അടുത്ത് വന്നാൽ അവൾ മാറി നിൽക്കും. ഒരു ഊഷ്മളമായ നോട്ടം പോലും കുറയും. ഒരു കാലത്ത് സന്തോഷം പകർന്നിരുന്ന സാമീപ്യം ഇപ്പോൾ അവൾക്കൊരു ഭാരമായി തോന്നാം. ചാണക്യന്റെ വാക്കുകൾ ഇവിടെ ശരിയാണ്. ശരീരവും മനസ്സും ഒരുമിച്ചാണ് ബന്ധത്തെ നയിക്കുന്നത്. ഈ വരൾച്ച തുടർന്നാൽ ബന്ധത്തിന്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട് ഒരു മരുഭൂമിയായി മാറാം. ആറാമത്തെ ലക്ഷണം, അവളിൽ ആഗ്രഹങ്ങളുടെ മേഘം പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. അമിത ആഗ്രഹം നിരാശയിലേക്ക് നയിക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു.
അവൾ ഭർത്താവിനോട് ആഗ്രഹങ്ങളുടെ ഒരു മേഘം പോലെ വലിയ പ്രതീക്ഷകൾ വയ്ക്കാൻ തുടങ്ങും. അവൻ എല്ലാം തികഞ്ഞവനാകണമെന്ന് അവൾ ആശിക്കും. ഇത് ദിനചര്യയിൽ കാണാം. കൂടുതൽ സമയം, കൂടുതൽ ശ്രദ്ധ, അല്ലെങ്കിൽ കൂടുതൽ പണം എന്നിങ്ങനെ അവൾ ആവശ്യപ്പെടും. അവനത് നൽകാത്തപ്പോൾ അവളുടെ മനസ്സിൽ ഒരു നിരാശയുടെ കാറ്റ് വീശും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, ആഗ്രഹങ്ങൾ അതിരുകടക്കുമ്പോൾ ബന്ധത്തിന്റെ സന്തുലനം തെറ്റുന്നു എന്ന്. ഈ മേഘം മഴ പെയ്യാതെ നിന്നാൽ ബന്ധത്തിന്റെ മണ്ണ് വരണ്ടുപോകാം. ഏഴാമത്തെ ലക്ഷണം മറ്റുള്ളവരുടെ നിലാവിൽ ഭർത്താവിനെ കാണാൻ തുടങ്ങുന്നു എന്നതാണ്. മറ്റുള്ളവരെ നോക്കുന്നവർ തനിക്കുള്ളതിനെ മറക്കുന്നു എന്ന് ചാണക്യൻ പറഞ്ഞു. അവൾ ഭർത്താവിനെ മറ്റുള്ളവരുടെ നിലാവിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങും. അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നാശിക്കും. ഇത് സംസാരത്തിൽ വരാം. തൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ താഴ്ത്തും. മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം അവളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ നല്ല വശങ്ങൾ അവൾക്ക് കാണാൻ കഴിയുകയില്ല. ചാണക്യൻ്റെ ജ്ഞാനം ഇവിടെ വെളിവാകുന്നു. മറ്റുള്ളവരുടെ നിലാവ് നോക്കുമ്പോൾ സ്വന്തം വെളിച്ചം കാണാതെ പോകുന്നു. ഈ താരതമ്യം തുടർന്നാൽ ബന്ധത്തിന്റെ സന്തോഷം മങ്ങിപ്പോകാം. എട്ടാമത്തെ ലക്ഷണം തർക്കങ്ങളുടെ കൊടുങ്കാറ്റായി അവൾ മാറുന്നു എന്നതാണ്. വാഗ്വാദം ബന്ധത്തെ ദുർബലമാക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. അവൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ആരംഭിക്കും. എല്ലാത്തിനും ഒരു വഴക്കിന്റെ വഴി അവൾ കണ്ടെത്തും. വീട്ടിൽ ഇത് പതിവായി മാറും. ഒരു തീരുമാനത്തിനോ വീട്ടുജോലിയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് വാഗ്വാദമായി മാറും. അവൻ്റെ അഭിപ്രായം അവൾക്ക് തെറ്റായി തോന്നും. അവളത് തുറന്നെതിർക്കും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, തർക്കങ്ങൾ കാറ്റുപോലെ വീശുമ്പോൾ ബന്ധത്തിൻ്റെ മരങ്ങൾ ഉലയുന്നു എന്ന്. ഈ കാറ്റ് ശക്തമായാൽ ബന്ധത്തിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു പോകാം. ഒമ്പതാമത്തെ ലക്ഷണം അവൾ ഏകാന്തതയുടെ പൂന്തോട്ടം അന്വേഷിക്കുന്നു എന്നതാണ്. സ്വാർത്ഥം മാത്രം നോക്കുന്നവർ ബന്ധത്തിൽ നിന്ന് അകലുന്നു എന്ന് ചാണക്യൻ പറയുന്നു. അവൾ ഭർത്താവിനോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ ഏകാന്തതയുടെ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും. അവൻ്റെ സാന്നിധ്യം അവൾക്ക് ആവശ്യമില്ലാതായി തോന്നും. ഇത് വീട്ടിൽ എപ്പോഴും കാണാൻ കഴിയുന്ന കാഴ്ചയായി തീരും. ഒറ്റയ്ക്കൊരു പുസ്തകം വായിക്കുകയോ പുറത്തൊറ്റയ്ക്ക് നടക്കുകയോ ചെയ്യും. അവനോടൊപ്പം ഇരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ തൻ്റെ ലോകത്ത് സമാധാനം തേടുന്നതാണ് അവൾക്കിഷ്ടം. ചാണക്യൻ്റെ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമായി മാറുന്നു. ഒറ്റയ്ക്കുള്ള പൂന്തോട്ടം വളർന്നാൽ ബന്ധത്തിൻ്റെ പങ്കാളിത്തം കുറയും. ഈ ഏകാന്തത ഒരു ശീലമായാൽ ഒരുമയുടെ പൂക്കൾ വാടിപ്പോകാം. പത്താമത്തെ ലക്ഷണം അവൾ ജീവിതത്തിൽ പുതിയ പ്രഭാതത്തിൻ്റെ സ്വപ്നം കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. പുതിയതാഗ്രഹിക്കുന്നവർ പഴയതിനെ മറക്കുന്നു എന്ന് ചാണക്യൻ പറയുന്നു. അവൾ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ സ്വപ്നം കാണാൻ തുടങ്ങും. ഒരുപക്ഷെ ഈ ബന്ധത്തിൽ നിന്ന് മാറി ഒരു പുതിയ ജീവിതം അവൾ ആഗ്രഹിക്കും. പഴയതിനെ മാറ്റാനുള്ള ആഗ്രഹം അവളിൽ വളർന്നു വരും. ഇതവളുടെ ചിന്തകളിൽ തെളിയും. ഇനി ഇങ്ങനെ പോകാൻ വയ്യ എന്ന് പറയുന്നതോ പുതിയ പ്ലാനുകൾ ആലോചിക്കുന്നതോ കാണാം. നിലവിലെ ജീവിതം അവൾക്ക് മതിയായില്ലെന്ന് തോന്നും. ഒരു മാറ്റം അവൾ ആശിക്കും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, പുതിയ സ്വപ്നങ്ങൾ വളർന്നാൽ പഴയ ബന്ധത്തിൻ്റെ വേര് ദുർബലമാകുമെന്ന്. ഈ പ്രഭാതം അവൾ തേടിപ്പോയാൽ ബന്ധത്തിൻ്റെ തെളിച്ചം മങ്ങിപ്പോകാം. ഇതാണ് ഭർത്താവിൽ തൃപ്തിയില്ലാത്ത ഭാര്യയുടെ 10 ലക്ഷണങ്ങൾ. എല്ലാ ബന്ധത്തിനും അതിൻ്റെ ഓളങ്ങളുണ്ട്. ചിലപ്പോൾ ഉയർച്ചയും ചിലപ്പോൾ താഴ്ചയും. ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ സഹായിക്കും. വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.